ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂണിസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അബുദാബി സിറ്റിയിൽ തന്നെ അടിപൊളി പാർക്കാണ്. ആളുകൾ അതിന് നോട്ടീസ് ചെയ്യേണ്ടത് ഹെറിറ്റേജ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് കോർണീഷിനും മിന റോഡിൻ്റെ നടുവിലായിട്ടാണ് ഇത് വരുന്നത്. ഏകദേശം അബുദാബി ഫിഷ് പോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് വളരെ മനോഹരമായ പാർക്കാണ്. നിങ്ങൾ വളരെ ബഹളങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ലോക്കൽസ്, ഇവിടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർക്ക് നോക്കിയിട്ട് വന്നതാണ്. ഇവിടെ ബാർബിക്യൂനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇപ്പം അത് കൊറോണ ആയിട്ട് ബ്ലോക്കാണ്. ഫ്യൂച്ചറിൽ ഇത് കൊറോണ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാർബിക്യൂന് ഇങ്ങോട്ട് വരാൻ പറ്റും. വളരെ നല്ല പാർക്കാണ്. അതിൻ്റെ കുറച്ച് കാഴ്ചകൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ചില വലിയ വീഡിയോ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അബുദാബി കോർണിഷിലാണ്. ഏകദേശം മിന മാർക്കറ്റ് മുതൽ ഏകദേശം എമിറേറ്റ് പാലസ് വരെയുള്ള ഏരിയയുടെ ലെഫ്റ്റ് സൈഡിൽ കടലിൻ്റെ തീരത്തിനോടടുത്തായിട്ടാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതിൽ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് പാർക്കല്ലാത്ത ഏരിയകളുള്ളത്. ഈ പാർക്കിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഇതിൽ ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. ഇതിൻ്റെ 3 സൈഡിലും പാർക്കിംഗ് ഉണ്ട്. പൊതുവെ മറ്റേ ഏരിയ അപേക്ഷിച്ച് ഞാൻ ചെല്ലുന്ന സമയത്ത് ക്രൗഡ് കുറച്ച് കുറവും കൂടിയായിരുന്നു. ഇവിടെ വാട്ടർ ഫൗണ്ടനും ബാർബിക്യൂവും കുട്ടികൾക്ക് പ്രാക്ക് ഗ്രൗണ്ടൊക്കെ എല്ലാ പാർക്കിലുള്ള പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ ടെമ്പററി ആയിട്ട് അവരത് ക്ലോസ് ചെയ്തേക്കാണ്. ഇവിടെ വന്നപ്പോൾ കണ്ട വേറൊരു കാഴ്ച ഉണ്ടാ. ഒരുപാട് മൈനകൾ. നമ്മൾ നാട്ടിൽ പറയുന്നുണ്ട് ഒറ്റ മൈനണ്ട സന്തോഷം ദുഃഖം എന്നൊക്കെ പറഞ്ഞേക്കലുണ്ട്. അപ്പോൾ അതും ഒരുപാട് മൈനകൾ ഇത്ര അധികം അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ പറക്കും നോക്കടാ. കണ്ടാ, സൂര്യേട്ടൻ മേഘം കൊണ്ട് മൂടിയത് കൊണ്ട് തന്നെ ക്ലാരിറ്റി കുറച്ച് കുറവാണ്. നിങ്ങൾ കണ്ടില്ലേ, സൂര്യൻ ഓൾറെഡി മേഘം കൊണ്ട് മൂടിക്കണം. കാരണം ഒരു ഫെയ്ഡായിട്ടുള്ളൊരു ഇതാണ് അവിടെ ഉള്ളത്. ഈ പാർക്കുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അബുദാബി ഫിഷ് പോർട്ടിൻ്റെ ഓപ്പോസിറ്റാണ്. നിങ്ങൾക്ക് മോഡേൺ നട്ടൊരു ബിൽഡിംഗ് ആണ് കടലിൽ. ഈ കോർണിഷിൻ്റെ ഈ ഏരിയയിൽ ഏകദേശം മിന പോർട്ടിനടുത്തായിട്ട് ആ ഒറ്റ ബിൽഡിംഗ് ഉള്ളൂ ഇവിടെ ഈ അടുത്ത് കടലിൻ്റെ സൈഡിലുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ പാർക്കുള്ളത്. കണ്ടില്ലേ, വളരെ മനോഹരമായ ഒരു പാർക്ക് തന്നെയാണ്. നല്ല രസമുണ്ട് ഇവിടെ. കണ്ടില്ലേ, ഒരുപാട് കരിവേപ്പ് ഇവിടെ പിടിച്ചിട്ടുണ്ട്. കുറേ മുന്നൊക്കെ ഉമ്മുൽക്കുനിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അബുദാബിയിൽ ഇപ്പോൾ അതുപോലെ തന്നെ ഇഷ്ടംപോലെ അവർ പിടിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതിക്കൊക്കെ നല്ല അടിപൊളി സാധനമല്ല, നല്ല എയർ കിട്ടാനൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും പാർക്കുകളിലൊക്കെ ഒരു പിടിപ്പിച്ചേക്കാണ്. മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്ലാന്റ് നഴ്സറി. അവരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഗാർഡനുകളും ഇതൊക്കെ ഉണ്ടാക്കലാണ്. ഇത് കണ്ടില്ലേ, ഈ കാണുന്ന പുല്ലുകളൊക്കെ ഇതുപോലത്തെ കമ്പനികളിൽ അവർ നഴ്സറിയിൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊടുത്ത് ഫിക്സ് ചെയ്യണം. നല്ല രസമുള്ള ഏരിയയാണ്. ഇപ്പോൾ ബാർബിക്യൂനൊക്കെ അവർ ഓഫാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, അതൊക്കെ അവർ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് നോക്കാട്ടോ. ഇതാണ് ഇവരോട് അറേഞ്ച് ചെയ്തിട്ടുള്ള ബാർബിക്യൂവിൻ്റെ ഏരിയ. ഇപ്പോൾ അത് തൽക്കാലം അടച്ചിട്ടേക്കാണ് ഇവരിവിടെ. ഇവിടെ നല്ല വൃത്തിയിൽ തന്നെ ബാർബിക്യൂനുള്ള ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാർബിക്യൂവിൻ്റെ ചാർക്കോൾ കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു ഡ്രം തന്നെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് കാണുമ്പോൾ എന്തോ ഒരു ഫൗണ്ടൻ പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റീലിൻ്റെ ഡ്രമ്മാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർക്കോൾ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ല വാട്ടർ ഫൗണ്ടനുകളുണ്ട്. ഇവിടെ നല്ല സൂപ്പറായിട്ടുള്ളത്. അതുപോലെ കുറച്ച് കോഫി ഷോപ്പുകളും ഫാസ്റ്റ് ഫുഡ്സിൻ്റെ കൗണ്ടറുകളൊക്കെ ഉണ്ട് ഇവിടെ. മുന്നേ ഞാൻ പറഞ്ഞ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. മുകളിലുള്ള ഈ ലിങ്കിലുണ്ടാകും. അപ്പോൾ നിങ്ങൾ കാണാത്തവർ പോയി കണ്ടോ. അത് അടിപൊളി ഒരു ഫാമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെടികളൊക്കെ വെക്കുന്ന ഒരു ഏരിയയാണ് ആ കമ്പനി ചെയ്യുന്നത്. ഈ കാണുന്നത് നമ്മൾ ബാർബിക്യൂ ഗ്രില്ല് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വെച്ച് ചെയ്യാനുള്ളതാണ്. അതും ഇപ്പോൾ ക്ലോസ് ആണ് കേട്ടോ. എല്ലാ ഒറിജിൻ്റെ ഇടയിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും പറഞ്ഞില്ലേ. നമ്മൾ ഇങ്ങനെ നടക്കുന്ന ഇടയിൽ ഒരു ഡ്യൂപ്ലിനെ കണ്ടുപിടിച്ചിട്ടാ. ഈ കാണുന്നത് പ്ലാസ്റ്റിക് ഷീറ്റാണ് കേട്ടോ. കണ്ടില്ലേ, ഈ കണക്ക് മാറ്റ് മണ്ണ് അധികം പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൊടുത്തിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ മാറ്റാണത്. അല്ലെങ്കിൽ സാൻഡ് വിൻഡൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഡസ്റ്റ് നിറയാൻ സാധ്യത ഉണ്ട്.
ഈ കാണുന്നത് അബുദാബി യൂത്ത് ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ബിൽഡിങ്ങാണ്. അതിൽ കുറേ ഗവൺമെൻറ്റിൻ്റെ എന്തൊക്കെയോ ഓഫീസുകളുണ്ട്, പിന്നെ ഒന്ന് രണ്ട് ഷോപ്പുകളും ഉണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു ഫൗണ്ടൻ കാണുന്നുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലേക്കൊന്ന് പോയേക്കാട്ടാ. എന്താണ് അതിൻ്റെ മുകളിലുള്ള കാഴ്ച നമുക്കൊന്ന് കാണാമല്ലോ. ഹൈറ്റിലായ കാരണം കുറച്ച് നല്ല വിഷ്വൽസ് കിട്ടാൻ സാധ്യത ഉണ്ട്. Wow. നമ്മുടെ നിൽക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വരുന്നുണ്ട്. നമ്മളെ ഒപ്പം വർക്ക് ചെയ്യുന്നതാണ്. മൂപ്പറൊന്ന് കാണാൻ വേണ്ടി പോവാ. വലൈക്കും സലാം. മിസ്റ്റർ റാഷിദ് ഹിസ് ഹിയർ. റാഷിദുമായി സംസാരിച്ച് ഇപ്പോൾ റാഷിദ് പോയി നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ആ വാട്ടർ ഫൗണ്ടിന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. നമ്മളെ സൂര്യേട്ടൻ കുറച്ച് പണിമുടക്കിലായതുകൊണ്ടും ഏകദേശം ഈവനിങ് ആകാൻ തുടങ്ങി. അതിൻ്റെ കാരണം കുറച്ച് കളറ് കുറവുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഗവൺമെൻറ്റിൻ്റെ ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. അവിടെ സ്കേറ്റിങ്ങിൻ്റെ ഒക്കെ ചെറിയൊരു പോർഷൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഷോപ്പും പിന്നെ അതുപോലെ ഓഫീസൊക്കെ ഉള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വീഡിയോ എടുക്കുന്നില്ല, ഗവൺമെൻറ് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ വെറുതെ നിന്നെ പണി പഠിക്കുന്നു. ഈ പാർക്കിൽ കുറേ വ്യത്യസ്തമായ കുറേ പൂച്ചനെ കണ്ട്. പല പൂച്ചകളും ഈ വളർത്തണ ടൈപ്പിൽപ്പെട്ട പൂച്ചകളാണ്. പേർഷ്യൻ കാറ്റ്, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന കാറ്റുകളാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ പല ആളുകളും നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇതിനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ ഒരു കടമ്പ തന്നെയാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഒരു പെറ്റ്സിനെ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇവിടെ അതിനെ ഉപേക്ഷിച്ച് പോകണം, അല്ലെങ്കിൽ ആർക്കൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ആരെയും കിട്ടാത്ത ആളുകളൊക്കെ ആയിരിക്കും ഇതിനിങ്ങനെ വിട്ടുകൊടുത്തുണ്ടാകുമെന്ന് കരുതുന്നു. ഇവിടെ പ്ലേ ഗ്രൗണ്ട് ഏരിയ ഉണ്ട്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടായിരിക്കും ഇത് ഇവിടെ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. ഇപ്പോൾ കുട്ടികളെ നോർമൽ ഓടിക്കളിക്കുക, പക്ഷേ ഈ പ്ലേ ഏരിയയിൽ കളിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോൾ ഉണ്ട്. ഫ്യൂച്ചറിലെല്ലാം മാറ്റുമായിരിക്കും. ഈ പാർക്കിംഗ് 2 സൈഡിൽ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഏത് സൈഡിൽ വന്നാലും പാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ പാർക്കിംഗ് അത്ര റഷൊന്നും കാണുന്നില്ല. ഈ വലിയ ബിൽഡിംഗ് ഉണ്ടല്ലേ കോർണിഷിലുള്ള, ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു പാർക്കിംഗ് ഉണ്ട്. പിന്നെ നേരത്തെ കണ്ട ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തും പാർക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ കോർണിഷ് സൈഡിലും പാർക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇട്ടായ ഇവിടെ വന്നാലും ഇതിന് 3 സൈഡിൽ പാർക്കിംഗ് ഉണ്ട്. ഒന്ന് ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ സൈഡിൽ, പിന്നെ ഒന്ന് കോർണിഷിൻ്റെ സൈഡിൽ, പിന്നെ ആ മീനട സൈഡിലേക്ക് 3 സൈഡിലും പാർക്കിംഗ് ഉണ്ട്. ബാക്ക് സൈഡിലൊക്കെ പാർക്കിംഗ് ഉണ്ട്. നിങ്ങൾക്ക് പാർക്കിങ്ങിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ വെള്ളിയാഴ്ച മാത്രമാണ് ഫ്രീ പാർക്കിംഗ് ഉള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ പേ പാർക്കിംഗ് ആണ്. അപ്പോൾ രാത്രി 12 മണിക്ക് ശേഷം ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഗേറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് 24 hour ആയിരിക്കും. പിന്നെ ഞാൻ വേറൊരു കാഴ്ച കണ്ടു. ഇവിടെ നോ ബാർബിക്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് ഒരു വെച്ചിട്ടുണ്ട്. പക്ഷേ ബാർബിക്യൂൻ്റെ സ്ഥലം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ടെമ്പററി വെച്ചതാണോ പെർമനൻ്റ് ആണെന്ന് അറിയില്ല. നേരത്തെ ഞാൻ ബാർബിക്യൂൻ്റെ ഏരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ക്ലോസ് ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടിന്യൂസ് ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് അറിയില്ല കേട്ടോ. എന്താ ഞാൻ അവിടെ ബോർഡ് കണ്ട് നോ ബാർബിക്യൂ എന്ന് പറഞ്ഞിട്ട് വലിയ ബോർഡ്. അത് മുന്നേ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തന്നെ അവിടെ ഉണ്ടാക്കിയത് എന്തായാലും ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. നിങ്ങളിത് പലരും കണ്ടിട്ടുണ്ടായിരിക്കില്ല, അബുദാബി ഉള്ളവർ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഈ പാർക്ക് എടുത്തത്. ഓക്കെ, ബൈ ബൈ.